दृग्जगन्मयवपुस्तव कर्मभाजां कर्मावसानसमये स्मरणीयमाहु तस्यान्तरात्मवपुषे विमलात्मने ते वातालयाधिप नमोऽस्तु निरुन्धिरोगान् दृग्जगन्मयवपुस्तव कर्मभाजां कर्मावसानसमये स्मरणीयमाहु तस्यान्तरात्मवपुषे विमलात्मने ते वातालयाधिप नमोऽस्तु निरुन्धिरोगान् दृग्जगन्मय वपुस्तव कर्मभाजां कर्मावसान समये स्मरणीयमाहु तस्यान्तरात्मवपुषे विमलात्मने ते वातालयाधिप नमोस्तु निरुन्धिरोगान्. ഭട്ടതിരിപ്പാട് ഭഗവാന്റെ കേശാദിപാദം പാദാദികേശം പാടി ഉറക്കി കിടത്തി തൊട്ട് തലയിൽ വെച്ചു ഒരു കുഞ്ഞിനെ അമ്മ ലാളിച്ച് പാട്ടുപാടി കിടത്തി ഉറക്കുന്നത് പോലെ പ്രപഞ്ചസ്വരൂപിയായ ഭഗവാനെ ഓമനത്തിങ്കൾക്കിടാവോ എന്ന പാട്ടുപാടി അമ്മ കുഞ്ഞിനെ ഉറക്കുന്നത് പോലെ ഭട്ടതിരിപ്പാട് ഓരോ മനുഷ്യഹൃദയത്തിലും കിടത്തി തന്നിരിക്കുകയാണ് ഈ 10 ശ്ലോകങ്ങളെ കൊണ്ട്. ശിരസ് സത്യലോകം എന്ന് തുടങ്ങി പാതാളം പാദലോകം എന്നുവരെ പാതാളലോകം പാദം എന്നവരെ തൊട്ടു തലോടി കേശാദിപാദം പാദാദികേശം നമ്മുടെ ഹൃദയത്തിലേക്ക് കടത്തി തന്നു ഭട്ടതിരിപ്പാട്. ജഗന്മയവപുസ്തവ ലോകം മുഴുവനും നിറഞ്ഞിരിക്കുന്ന ഗുരുവായൂരപ്പ അവിടുത്തെ ഈ സ്വരൂപം കർമ്മഭാജാം കർമാവസാന സമയേ എല്ലാവർക്കും എവിടെയൊക്കെ ഓടി നടന്നാലും അവസാനം നീണ്ടു നിവർന്ന് കിടക്കേണ്ടുന്ന ഒരു സമയമുണ്ട്. അതാണ് കർമാവസാന സമയേ എന്ന് പറയുന്നത്. ആ കർമാവസാന സമയത്ത് നമ്മൾ നീണ്ടു നിവർന്ന് നമ്മുടെ പൊട്ടപ്പായൽ അല്ലെങ്കിൽ നമ്മുടെ മരണ രംഗത്ത് കിടക്കുമ്പോൾ ഒരു നിമിഷം ഭട്ടതിരിപ്പാട് പറയണു, സാക്ഷാൽ പാലാഴിയിൽ പള്ളി കൊള്ളുന്ന പ്രപഞ്ചസ്വരൂപിയായ പത്മനാഭനാണ് ഞാൻ എന്നങ്ങടെ ഓർത്താൽ പിന്നെ നമുക്ക് എവിടെയാ മരണം? ബ്രഹ്മസ്വരൂപനായ ഈശ്വരനാണ്, അമൃതസ്വരൂപനാണ് ഞാൻ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഈ മനുഷ്യജീവികൾക്ക് ഓരോരുത്തർക്കും വിചാരിക്കാറായാൽ നമ്മൾ തന്നെയാണ് വിരാട് സ്വരൂപി, വിരാട് സ്വരൂപി തന്നെയാണ് നാം എന്ന് വിചാരിച്ചാൽ കർമാവസാന സമയേ നമ്മുടെ എല്ലാ പ്രപഞ്ച കർമ്മങ്ങളും അവസാനിക്കുന്ന ഒരു നിമിഷം നമുക്കുണ്ട്. പാലാഴിയിൽ പള്ളി കൊള്ളുന്ന ഒരു പണിയെടുക്കാതെ കണ്ട് കിടക്കുന്ന, ഇതിനു മുൻപ് ഓർമ്മിപ്പിച്ച രസസ്വരൂപനായി നിന്ന് രാസപ്രവർത്തനത്തിന് പ്രേരിപ്പിക്കുന്ന ശക്തിയായി കിടക്കുന്ന ആ ഭഗവാൻ തന്നെയാണ് ഞാൻ എന്ന് വിചാരിക്കാനുള്ള ഒരവകാശം, ഒരു സുമുഹൂർത്തം കർമാവസാന സമയ സ്മരണീയം എല്ലാവർക്കുമുണ്ട്. ഭാഗവതാദി പുരാണങ്ങൾ വേദങ്ങൾ ഒക്കെ നമ്മളെ ആ ചിന്തയിലേക്കാണ് എത്തിക്കുന്നത്. തസ്യാന്തരാത്മവപുഷേ പുറമേക്ക് എന്തൊക്കെ രൂപഭേദഭാവങ്ങൾ കണ്ടാലും അന്തരാത്മവപുഷേ എല്ലാറ്റിൻ്റെയും ഉള്ളിൽ ഒരാത്മചൈതന്യമുള്ളൂ. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രന്മാർ എന്ന് പറഞ്ഞാലും ക്രൂരമൃഗങ്ങൾ, മൃദുലമായ സ്വഭാവത്തോടു കൂടിയ മൃഗങ്ങൾ, മരങ്ങൾ, വള്ളികൾ, പുഴകൾ, ഇങ്ങനെ എന്തൊക്കെ നാമരൂപങ്ങൾ വ്യവഹാരങ്ങൾ നമ്മൾ പുറത്തു പറഞ്ഞാലും അതിൻ്റെയൊക്കെ ഉള്ളിൽ ഒരു ചൈതന്യം, ഒരു ബ്രഹ്മചൈതന്യം, ഒരു നിഷ്കള ചൈതന്യം അതേ ഉള്ളൂ. വിമലാത്മനെ ആ നിർമ്മലാത്മാവായ ആ നിഷ്കള സ്വരൂപനായ ആ ബ്രഹ്മചൈതന്യം അതാണ് തത്താവത് ഭാതി സാക്ഷാത്. ഭട്ടതിരിപ്പാട് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് സാക്ഷാത്തായി ശോഭിക്കണത് എവിടെ? ഗുരുപവനപുരേ, ഗുരുവായ പവനപുരത്തിൽ, അതായത് ഗുരുവായൂർ അമ്പലത്തിനുള്ളിൽ എന്നാണ് നമ്മൾ വിചാരിക്കുക. അല്ല, ഗുരുവായ പവനപുരം അത് നമ്മുടെ ഈ ശരീരമാണ്. ഏറ്റവും വലിയ പ്രാണൻ്റെ ആസ്ഥാനഗേഹം അതാണ് ഗുരുവായ പവനപുരം. ഗുരുവിൻ്റെയും വായുവിൻ്റെയും പുരം എന്ന് കരുതിയാലും തെറ്റില്ല. അപ്പോൾ സാന്ദ്ര ആനന്ദ അവബോധാത്മകമാകുന്ന വസ്തുവിനെ
പ്രാണാപാനം വ്യാനോദാന സമാനന്മാരാകുന്ന പ്രാണവായുവിനോട് കൂട്ടിച്ചേർത്ത് നമ്മുടെ ശരീരത്തിൽ പ്രതിഷ്ഠിച്ച് നിർത്തിയിട്ടുണ്ട്. നമ്മൾ ശരീരം നീണ്ടു നിവർന്ന് കിടന്ന് അവസാന സ്മരണ ചെയ്യുമ്പോൾ ഈ ഭഗവത് ചൈതന്യം തന്നെയാണ് നാം എന്ന് സങ്കല്പിച്ചാൽ നമുക്ക് മരണമില്ല. നമ്മൾ അമൃതസ്വരൂപന്മാരായി മാറി. ആ അമൃതസ്വരൂപന്മാരായി നമ്മളെ മാറ്റാനുള്ള ചിന്താഗതികളാണ് ഇതാ ഭട്ടതിരിപ്പാട് ഈ ശ്ലോകങ്ങളിലൂടെ, ഈ സൃഷ്ട്യാദി വർണ്ണനകളിലൂടെ, ആദ്യ ഭാഗങ്ങളിലൂടെ നമ്മളെയൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്.